ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന ഒരു വ്യക്തികൾക്ക് എൻ്റെ ഒരു മുൻ അനുഭവമായിട്ട് വരേണ്ടത് നമ്മുടെ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ആ തിരിച്ചറിവ് നൽകുന്ന സന്തോഷമാണ്. കാര്യം ഉടമ്പടി പോലെ ഇന്നത്തെ കാലത്ത് ഇതൊരു കാലഘട്ടത്തിൻ്റെ പദ്ധതി പ്രയോഗമാണ്. പലതരത്തിലുള്ള വ്യാകുലങ്ങളിൽ വെന്ത് നീറുന്ന മനുഷ്യനെ പെട്ടെന്ന് ദൈവവുമായി ഇടപെടാനും ദൈവത്തെ ആ വിഷയത്തിൽ ഇടപെടുത്താനും ബൈബിൾ നൽകുന്ന സുനിശ്ചിതമായ ഒരു പദ്ധതിയാണ് ഉടമ്പടി. ഈ സുനിശ്ചിതമായ പദ്ധതി കൃപാസനത്തിൽ എൻ്റെ ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ അത് മരിയൻ ഉടമ്പടിയായിട്ട് കൺവേർട്ട് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യാം. മറ്റ് സാധാരണ ഉടമ്പടിയേക്കാളും കുറച്ചുകൂടി പ്യൂരിഫൈഡാണ്, കുറച്ചുകൂടി ട്രയൽ ആൻഡ് എററെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൂവൻ ഫാക്റ്റാണ് മരിയൻ ഉടമ്പടി. മരിയൻ ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത് സാധാരണ ഉടമ്പടിയിൽ ദൈവവും നമ്മളും തമ്മിലുള്ള ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഞാൻ ദൈവ കൃപ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്തുകൊള്ളാവുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി ഞാൻ ജീവിതം പുനഃക്രമീകരിച്ചു കൊള്ളാവുന്നു നമ്മൾ ദൈവത്തോട് പറയുന്നു. ചിലരത് സാങ്കേതികമായിട്ട് പറയും, ചിലർ സത്യസന്ധമായിട്ട് പറയും, ചിലർ വളരെ ഗൗരവമായിട്ട് പറയും. അത് ഓരോരുത്തർ എടുക്കുന്ന ഉടമ്പടിയുടെ ഒരു മൈൻഡ് സെറ്റാണത്. ചിലർ ഒക്കുമായിരിക്കും, ഒക്കണേ കൊള്ളാം, ദൈവത്തിന് കൊള്ളാം എന്നൊക്കെ പറഞ്ഞെടുക്കും, അവരുടെ കാര്യത്തിൽ തീരുമാനമാകും അപ്പം തന്നെ. ചിലർ ഇതെൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ്, ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്ക് ഇനി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല, ഇതെൻ്റെ അവസാനത്തെ ഒരു നടപടിയാണ്, ഇതിൽ ദൈവം എന്നെ സഹായിക്കും, കാരണം ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി ജീവിക്കും. അതാണ് കറക്റ്റ് പോയിൻ്റ്. ഞാൻ വൃത്തിയും മെനയുമായിട്ട് ഉടമ്പടി, ഇതെൻ്റെ അവസാനത്തെ ചാൻസാണ്, എനിക്കിതിനേക്കാൾ വലുതൊന്നും അറിയത്തില്ല, ഞാൻ വളരെ കർക്കശമായ രീതിയിൽ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തും എന്ന് പറഞ്ഞ് എൻ്റെ വിശ്വസ്തതയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓവർഡോസ് എടുക്കും. ചില ആൾക്കാർ മരുന്നെടുക്കത്തില്ലേ, മരുന്നെടുക്കുമ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറിയില്ലെങ്കിലും ഒന്നര കഴിച്ചേക്കാം, അങ്ങനെ പൂട്ടെന്ന് വിചാരിക്കും. പക്ഷെ അത് മരുന്ന് നമുക്ക് ഓവർഡോസ് എടുക്കുന്നത് അപകടം വരും. പക്ഷെ ഉടമ്പടിയിൽ ഓവർഡോസ് ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്. മരുന്ന് നമുക്ക് ഒരു പനി മാറത്തില്ല. ഞാൻ ഈ പാരാസെറ്റമോൾ രാവിലെയും കഴിച്ചാണല്ലോ, വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഒരെണ്ണം കഴിക്കും. അതുകൊണ്ട് ഇനി ഇത് മാറിയില്ലെങ്കിൽ എന്നാൽ ഒന്നര കഴിച്ചേക്കാം, ഒരു 5 mg കൂടി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഓവർഡോസ് എടുക്കും. മരുന്ന് ഓവർഡോസ് എടുത്താൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് കേടാണ്, വിഷമായിട്ട് പോയ്സണായിട്ട് മാറും. പക്ഷെ ഉടമ്പടിയുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഈ ഉടമ്പടിയുടെ ഓവർഡോസാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. കാരണം നമ്മുടെ സത്യസന്ധതയുടെ ഒരു പ്രകടനമാണത് ഓവർഡോസ്. അത് ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ഒരു ബുദ്ധിയുണ്ട്. കാര്യം ക്രിസ്തുവിൻ്റെ മൈൻഡ് സെറ്റ് ഓവർഡോസിലാണ് വരുന്നത്. എന്താണ് 5:46 എടുത്തേ, 5:46 മത്തായിയുടെ സുവിശേഷം. മത്തായി 5:46-47. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ
നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. സാധാരണ നോർമൽ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നോർമൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ അനുധാരികൾക്കനുസരിച്ച് നിങ്ങൾ ജീവിതം ഒന്ന് ക്രമീകരിക്കുകയാണെങ്കിൽ കർത്താവ് പറയും, എന്നെ അറിയാത്ത മനുഷ്യർ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. ഇതിന് വാട്ട് ഈസ് യുവർ റെലവൻസ് എന്ന് ചോദിക്കൂ. എന്നെ അധികം അറിയാത്ത ആൾക്കാർ നീ ചെയ്യണ പോലെയൊക്കെ തന്നെയാണ് ചെയ്യണത്, പിന്നെ നിനക്ക് എന്താണ് എക്സ്ട്രാ ക്ലെയിമും ചോദിക്കും. എക്സ്ട്രാ ക്ലെയിം, വിശേഷ വിധിയും എക്സ്ട്രാ ക്ലെയിമും തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പം എന്താ ചോദിക്കണത്? വിശേഷ വിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പം മത്തായിയുടെ സുവിശേഷം എത്രാമത്തെ വാക്യമാണത്? ഇതിൻ്റെ ക്യാപിറ്റൽ ഇതിൻ്റെ വേർഡാണ്. മത്തായിയുടെ സുവിശേഷം 5:46-47. വിശേഷവിധിയായി പറഞ്ഞ്, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചൊല്ലുന്നത് ആണോ? അതാണ് പ്രശ്നം. ഇവിടുത്തെ മുഴുവനും ട്രാജഡി എന്ന് പറയണത്, ദൈവം എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ പറയും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പറയും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ആരാണ്? അവന് ദൈവം ഇങ്ങനെ വഴങ്ങി വരും. എവിടെ വരാൻ? പിന്നെ നിൻ്റെ ഈ നാക്കിട്ട കളി കൊണ്ട് ദൈവം ഇങ്ങനെ ഒടിഞ്ഞു വരാൻ പോകുകയല്ലേ? അതാണ് ബൈബിൾ പറയണത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെല്ലുന്നതെന്നല്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കർണക്കൊന്ത 101 പ്രാവശ്യം ചൊല്ലി, പ്രത്യക്ഷപാഠം 30 പ്രാവശ്യം ചൊല്ലി. വിശേഷവിധിയായി ചൊല്ലിക്കൂട്ടിയിട്ട് ദൈവത്തെ വഴക്കാമെന്ന് വിചാരിക്കരുത്. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ ചെല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയണത്. ഇതാണ് ഫസ്റ്റ്. ഉടമ്പടിയും സാധാരണ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചെല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താണ് ചെയ്യുന്ന പദ്ധതിയാണ്. ദൈവികമായ ശുശ്രൂഷ ചെയ്യണം. ഇനി ചെയ്യേണ്ടി വരുമ്പോൾ എന്താ, ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 3 ഇന്ധനങ്ങൾ വേണം. നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. 3 ക്വാളിറ്റി വേണം, 3 കപ്പാസിറ്റി വേണം. എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ക്ലിയർ അല്ലേ? ഇത് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. സ്നേഹമുണ്ടോ നിങ്ങൾക്കെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ വൈകാരിക സ്നേഹമെന്ന് പറയും. അതല്ല. ഈ ബൈബിളിലെ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ വരുമ്പോൾ ഞാനെന്ത് കുമ്പസാരിക്കാനാണ്, ഞാൻ ഇങ്ങനെ ദൈവത്തിനെ ഒപ്പിച്ച് ജീവിക്കുകയാണ്, പ്രത്യേകിച്ച് കുമ്പസാരിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് എന്തോ വട്ടുണ്ടെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുമ്പസാരിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഈ പിശാച് വർക്ക് ചെയ്യുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ പറയാം, ബട്ട് ധ്യാനഗുരുക്കന്മാരുടെ വരുമ്പോൾ നിങ്ങൾക്ക് കുമ്പസാരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് പോയിട്ട് വർഷങ്ങളായി, നിങ്ങൾക്ക് ആലോചന ചെയ്തു തരാൻ ആരുമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹരാഹിത്യത്തിൻ്റെ മേഖലകളെ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അല്ലാതെ നിങ്ങൾ വ്യഭിചാരം ചെയ്താൽ വെള്ളമടിച്ചാൽ പ്രശ്നം. നിങ്ങൾ ഉടനെ കയറി കുമ്പസാരം എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ ഇതുപോലെയുള്ള ക്യാപിറ്റൽ സിൻസാണ് പറഞ്ഞത്. അതല്ല. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകളിലും ദൈവസ്നേഹം ഉണ്ടോ എന്നാണ് പ്രശ്നം. ദൈവസ്നേഹം, ഇപ്പോൾ ഒരു മനുഷ്യൻ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പാപം കുറഞ്ഞിരിക്കും. ഇനി ദൈവസ്നേഹം ഇല്ലെങ്കിലും പാപം കുറഞ്ഞിരിക്കും, പക്ഷെ നമ്മൾ അറിയത്തില്ല. ചില ആൾക്കാർ പറയല്ലേ, എനിക്ക് രാത്രിയാണ് ചുമ, രാവിലെ ഞാൻ ഓക്കെയാണെന്ന്. എനിക്ക് രാത്രിയാണ് ചുമ വരണത്, രാവിലെ ഞാൻ ഓക്കെയാണെന്ന് പറയും. ചില കുമ്പസാരക്കാരുടെ ചില അവസ്ഥ അതാണ്.
രാത്രി ചുമയെന്ന് വെച്ചാൽ നിനക്ക് ഉൾപ്പനി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. പക്ഷെ പകല് നീ അറിയുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. പകല് നീ അറിയുന്നില്ല. പകലറിയാണെന്ന് അറിയിക്കാനുള്ള സിംറ്റംസ് ഇല്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലല്ല, പരിശുദ്ധാത്മാവ് എല്ലാവരിലും ഉണ്ട്. പരിശുദ്ധാത്മാവ് ചില സമയത്ത് നിർവീര്യമായി, പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ എന്താ പരിശുദ്ധാത്മാവ് സംഭവിക്കണത്? കൈയും കാലും അനക്കാൻ പറ്റത്തില്ല. ഇപ്പം ചില പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൈയും കാലും അനങ്ങത്തില്ല. എന്താ കാര്യം? സിക്കാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയും പരിശുദ്ധാത്മാവിനെ നിർവീര്യം ആക്കരുത്, അല്ലേ? യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ലില്ലി. ഞാൻ തൃശ്ശൂർ ഓട്ടുപാറയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഫെബ്രുവരി 26 ഉടമ്പടി എടുത്തത്. എനിക്ക് 25 വർഷമായിട്ട് വിട്ടുമാറാത്ത തുമ്മലും ജലദോഷം ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം തുമ്മിക്കഴിയുമ്പോൾ മൂക്കിൽ നിന്ന് ധാരധാരയായി ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും. അലോപ്പതി മരുന്ന് കഴിക്കും, അത് മൂക്കടപ്പായി. പിന്നെ ഡ്രോപ്സ് ഇടുക, പിന്നെ വിച്ച് ഇൻഹാലർ, ഇങ്ങനെ പല വിധത്തിൽ അസ്വസ്ഥതയായിരുന്നു. ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു. കഴിഞ്ഞ ഡിസംബർ 7 മാതാവിൻ്റെ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ഞാൻ അപ്പോൾ കുറച്ച് നാളായിട്ട് ഹോമിയോ മരുന്നുകളാണ് കഴിച്ചിട്ടുണ്ടിരുന്നത്. 4 തരം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് ഡിസംബർ 7 ഇവിടെ വന്ന് പോയതിന് ശേഷം മരുന്നുകളൊന്നും കഴിക്കാതെ ഞാൻ വെഞ്ചരിച്ച ഉപ്പ് കഴിക്കും, ഉടമ്പടി തൈലവും പുരട്ടും. അന്ന് തൊട്ട് ആ വിട്ടുമാറാത്ത ജലദോഷവും മൂക്കടപ്പും മാറി. യേശുവേ നന്ദി. പിന്നെ എൻ്റെ മോന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. 10 വയസ്സായത്. അവന് ഒരു ദിവസം മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര കടച്ചിലും വേദനയാണെന്ന് പറഞ്ഞു. അവന് വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വെള്ളം കൊടുത്തു. പിന്നെ അവന് ഇതേപോലെ അസ്വസ്ഥത ഉള്ളത് കൊണ്ട് ഹോമിയോ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് കൊടുത്തു. പക്ഷേ വൈകുന്നേരം സന്ധ്യാകാലമായപ്പോൾ അവൻ കരച്ചിലായി. അപ്പോൾ നോക്കുമ്പോൾ ജനനേന്ദ്രിയത്തിൽ 3 സുഷിരങ്ങൾ, സൂചിക്കുത്ത് പോലെ 3 സുഷിരങ്ങൾ കാണുന്നുണ്ട്. അത് തടിച്ച് നിൽക്കുന്നത്. അതിൽ നിന്ന് പഴുപ്പുമല്ല, ഒരു കട്ടയിൽ ഇങ്ങനെ ഒരു തരം പദാർത്ഥം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവനാകെ കരച്ചിലായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പെരട്ടി കൊടുത്തു. അപ്പോൾ തന്നെ അവൻ്റെ വേദന കുറഞ്ഞു. രാവിലെ ആസ്പത്രിയിൽ പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ആ സുഷിരവുമില്ല, പഴുപ്പൊന്നുമില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഞങ്ങളുടെ പ്രദേശത്ത് വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 405 അടി താഴ്ച കുഴൽ കിണറിലാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നു. അടുത്ത വീട്ടിൽ 600-ന് മേലെ കുഴൽ കിണറടിച്ചപ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ലാതെ ഒരാഴ്ചയോളം ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു ഫോട്ടോ ചെറുത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ കുഴൽക്കിണറിൻ്റെ മേളിൽ വെച്ച് മാതാവിൻ്റെ ഫോട്ടോ വാങ്ങിച്ച് വീട്ടുണ്ടായിരുന്നു. അത് വിശ്വാസപ്രമാണം ചൊല്ലി കുഴൽക്കിണറിൻ്റെ മുകളിൽ വെച്ച് വെള്ളം ഞങ്ങൾ മോട്ടറടിച്ചപ്പോൾ അന്ന് തൊട്ട് ഇന്നേ വരെ സമൃദ്ധമായിട്ട് ഞങ്ങൾ വെള്ളം തന്ന് അനുഗ്രഹിക്കുന്ന അമ്മയ്ക്ക് 1000 നന്ദി. പിന്നെ ഞങ്ങൾ അടുത്ത പറമ്പിൽ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 400 അടിക്ക് വെള്ളം കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 900 അടി അടിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പിന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടിയുടെ ഉപ്പ് കൊണ്ട് അതിലിട്ട് ഇപ്പോൾ 300 അടിക്ക് മേലെ വെള്ളമുണ്ട്. ഞങ്ങളുടെ പ്രദേശത്ത് ഇപ്പോഴും നന്നായിട്ട് മഴ പോലും പെയ്തിട്ടില്ല. ഇപ്പോഴും സമൃദ്ധമായിട്ട് അമ്മ വെള്ളം തന്ന് അനുഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയുടെ പേപ്പർ കൊടുക്കുവാനായിട്ട് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചി പുറം വേദന ഭയങ്കര വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവർന്ന് നിൽക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞ് ചേച്ചി കരയാണ്. ഞാൻ അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഇവിടെ വന്നപ്പോൾ വിജയകുമാർ സാറായിരുന്നു ക്ലാസ് എടുത്തത്. അപ്പോൾ 3 വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ഞാനും ആ ചേച്ചിയും കൂടി 3 വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്നുണ്ട് മോളെ, ഇപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ആശ്വാസം ഉണ്ടെന്ന്. ബാക്കി പേപ്പർ കൊടുക്കാൻ ഞാൻ അടുത്ത വീടുകളിലേക്ക് പോയി. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ചേച്ചി എൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. 37 വർഷമായിട്ട് ഈ പുറം വേദനയാൽ പല അലോപ്പതി മരുന്നുകളും ആയുർവേദവും എല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ വേദന കടുത്ത് നിൽക്കുകയായിരുന്നു. മോള് വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പുറം വേദന തീർത്തും വിട്ടുമാറി.
അന്ന് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇതേപോലെ എനിക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് ചെയ്തു തരുന്നു. ഈശോയ്ക്ക് നന്ദി. എൻ്റെ പേര് ജോളി പീറ്റർ. ഞാൻ കർണാടകയിലെ ചിക്കമംഗ്ലൂർ എന്ന സ്ഥലത്തിൽ നിന്നാണ് വരുന്നത്. അവിടെ ഞാനൊരു 26 വർഷമായി അവിടെ തന്നെ സെറ്റിലാണ്. ഇവിടുത്തെ കൃപാസനത്തിലെ പഴയ ഒരു പത്രം എനിക്ക് കിട്ടുകയും അത് 2021 എനിക്ക് ലഭിച്ചത്. ആ പത്രം വായിക്കുകയും അതിലെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്തപ്പോൾ ഞാനും പരിശുദ്ധ അമ്മ ഇവിടുത്തെ നിയോഗങ്ങളെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ എന്താ നടക്കണമെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ജോസഫ് അച്ഛൻ്റെ എല്ലാ വീഡിയോകളും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഞാൻ നോക്കി. അപ്പോൾ അതിനെ ഉടമ്പടിയെക്കുറിച്ച് അങ്ങനെ എനിക്കറിയാനിടയാക്കി. അപ്പോൾ പത്രത്തിൻ്റെ ഏറ്റവും ബാക്കിൽ ഇവിടുത്തെ പരിശുദ്ധ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ ആ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയിൽ ഞാൻ എൻ്റെ നിയോഗങ്ങൾ ആ ഫോട്ടോയിൽ വെച്ച് പിൻ ചെയ്തിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, പരിശുദ്ധ അമ്മേ, ഞാൻ ഇവിടെ വന്ന് എനിക്ക് എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കാൻ എനിക്ക് പറ്റുകയില്ല. പക്ഷേ അമ്മയുടെ ഈ പടത്തിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിയോഗങ്ങൾ അതിൽ സമർപ്പിച്ചതിൽ 4 നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തരികയുണ്ടായി. അതിലെ കോവിഡിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ആദ്യം കോവിഡ് വന്ന സമയം ഞങ്ങളുടെ എല്ലായിടത്തും കോവിഡായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഫ്രണ്ടിന് കോവിഡായി. ആ ഫ്രണ്ടിന് പുറകിൽ എപ്പോഴും ബൈക്കിലാണ് പൊയ്ക്കൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഭർത്താവിനും പനി വന്നു. ഒരാഴ്ചത്തേക്കിന് പനി ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ കോവിഡ് ആയിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അമ്മ വെറും പനിയായി, കോവിഡ് അല്ലാണ്ട് തന്നെ അത് സുഖപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അത് കഴിഞ്ഞ് എൻ്റെ മുതുകിൻ്റെ ഇവിടെ ഒരു വേദന വന്നു. പെട്ടെന്ന് ഒരു സ്പൈനൽ കോഡിൻ്റെ അവിടെ. അതെനിക്കിങ്ങനെ കുളിക്കാനോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഉയർത്താനോ ഒന്നും എനിക്ക് മേല് തേക്കാൻ പറ്റുകയില്ലായിരുന്നു. അതും ഞാൻ പരിശുദ്ധ അമ്മയിൽ ആ നിയോഗത്തിൽ സമർപ്പിക്കുകയുണ്ടായി. അത് ഒരു 3-4 മാസത്തേക്കിന് അതിന് വേദനയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു വേദനയില്ല. എനിക്ക് ആറാമായിട്ട് കൈ പൊക്കുകയും മേല് തേക്കുകയും എല്ലാം ചെയ്യാൻ കഴിയുന്നു. അതിനുശേഷം എൻ്റെ മകന് എൻജിനീയറിങ് പഠിച്ചതായിരുന്നു. അവൻ കുറേ സ്ഥലത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, പക്ഷേ ആരും അവന് ഇൻ്റർവ്യൂ സെലക്ട് ചെയ്യുകയില്ലായിരുന്നു. അപ്പോൾ അതും ഞാൻ പരിശുദ്ധ അമ്മയുടെ ആ നിയോഗത്തിൽ അമ്മയുടെ ആ ഫോട്ടോയുടെ ഉള്ളിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് തന്നെ അവന് ബാംഗ്ലൂരിൽ നിന്നും ഒരു കമ്പനിയിൽ നിന്നും ഇൻ്റർവ്യൂ ലഭിക്കുകയും അവൻ അവിടെ ജോലി കിട്ടുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് എൻ്റെ ഗർഭപാത്രം ഇങ്ങനെ താപ്പോട്ട് വരുന്ന പോലെ തോന്നുമായിരുന്നു. അപ്പോൾ അത് ഞാൻ പരിശുദ്ധ അമ്മയുടെ നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ മേലോട്ട്, പിന്നെ അത് കാണാനില്ലായിരുന്നു, അത് താപ്പോട്ട് വന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ ഗർഭപാത്രത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നത്. അപ്പോൾ ആ നിയോഗം സമർപ്പിച്ചതിന് കുറച്ച് ദിവസം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കാണാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു ഗൈനിക് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗർഭപാത്രത്തിന് കുഴപ്പമൊന്നുമില്ല, എന്നാലും നീ ഒരു സ്കാനിങ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്കാനിങ് സെൻറ്ററിൽ പോകുന്നതിന് മുമ്പിനെ ഇവിടുത്തെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും ഞാൻ എപ്പോഴും ചൊല്ലിക്കേണ്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പിന് തന്നെ ഞാൻ ഈ 4 നിയോഗങ്ങൾ സമർപ്പിച്ചു. അപ്പോഴും ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ ചൊല്ലിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് സ്കാനിങ് ചെയ്തപ്പം ഗർഭപാത്രത്തിന് ഒരു കുഴപ്പവും ഇല്ല. നിൻ്റെ വെജൈനൽ വാലിന് ഒരു ചെറിയൊരു സിസ്റ്റ് ഉണ്ട്, അത് 2.5 ml ആണെന്ന് പറഞ്ഞു, ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഡോക്ടർ പറഞ്ഞു അത് റിമൂവ് ചെയ്താൽ മതി, അത് ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ റിമൂവ് ചെയ്ത് ആ സിസ്റ്റ് അവരെടുത്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്തു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ബയോപ്സി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടി വരും, എന്താണ് ക്യാൻസർ ആണോ അങ്ങനത്തെ എനിക്കും അതേപോലെ ഒരു ഭയമായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ അവിടെയും എന്നെ കാത്തു പരിപാലിച്ചു. എൻ്റെ ബയോപ്സി റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും ഇല്ല. എന്നെ ചികിത്സിച്ച ഡോക്ടർ പോലും പേടിയായിരുന്നു. റിപ്പോർട്ട് വന്നപ്പം ഡോക്ടർ തന്നെ ഫസ്റ്റ് നോക്കി എനിക്ക് എന്തെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്നാണ് നോക്കിയത്. പക്ഷെ പരിശുദ്ധ അമ്മ അവിടെയും എന്നെ കാത്തു പരിപാലിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ ലൈറ്റ് എ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. അത് എൻ്റെ ചേച്ചിയുടെ മകന് വേണ്ടിയിട്ടായിരുന്നു. അവനൊരു കെഫെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ തന്നെ.
അതവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആ നിയോഗം വെച്ചത് ഞാൻ. പക്ഷേ അത് വിൽക്കാൻ ഒരു മാസം വരെ പ്രാർത്ഥിച്ചു, പക്ഷേ അതിന് വിൽക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 3 മാസം തികയുന്നതിന് മുമ്പിന് അവർക്കളെ ആ കെഫെ വിൽക്കാൻ വെച്ചിരുന്ന ആരും എന്ന് പറഞ്ഞാൽ മേടിക്കാൻ ആരും വന്നില്ല. പക്ഷെ അവർ വെച്ചിരുന്ന ആ വിലയ്ക്ക് തന്നെ അവരുടെ ആ കെഫെ വേറൊരു കമ്പനി അവർക്ക് സ്പോൺസർ ചെയ്യുകയും ആ കമ്പനി അവർക്ക് ബാംഗ്ലൂരിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകുകയും ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ 12/10/2022 ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിലെൻ്റെ മകനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ എൻജിനീയറിംഗ് പഠിച്ചതാണ്. അവനൊരു സ്വന്തമായ ഒരു കമ്പനി USA കമ്പനി ഇടാൻ വേണ്ടിയിട്ട് അവനത് തീരുമാനിച്ചു. ആ കമ്പനിക്ക് വേണ്ടിയിട്ട് അവർക്ക് അവിടെ അപ്രൂവൽ ചെയ്യണമെങ്കിൽ അതിനൊരു സർട്ടിഫിക്കറ്റ് അവർക്ക് മുമ്പേ കിട്ടണം. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് 1 മാസമായിട്ടും കിട്ടിയില്ല. അതും ഞാൻ പരിശുദ്ധ അമ്മയെ ഇവിടെ നിയോഗം വെച്ച് സമർപ്പിച്ചതായിരുന്നു. അത് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ ആ സർട്ടിഫിക്കറ്റ് പരിശുദ്ധ അമ്മ നൽകി. അവൻ്റെ അക്കൗണ്ടിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. 1 പൈസ പോലും ഇല്ലാണ്ട് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റ് അവൻ്റെ കയ്യിൽ പരിശുദ്ധ അമ്മ നൽകിയത്. അതിനുശേഷം ഒരു രജിസ്റ്റർ നമ്പർ വേണം അവർക്ക് അപ്രൂവൽ ആവണമെന്നുണ്ടെങ്കിൽ. ആ രജിസ്റ്റർ നമ്പരും പരിശുദ്ധ അമ്മയിൽ ഞാൻ സമർപ്പിച്ചു. അതും 1 മാസം കഴിഞ്ഞ് അന്ന് തന്നെ ഞാൻ അഖണ്ഡ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചു, അവൻ്റെ ആ രജിസ്റ്റർ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് തന്നെ പരിശുദ്ധ അമ്മ അവൻ ആ രജിസ്റ്റർ നമ്പർ അവന് മെയിൽ അയക്കുകയും ആ കമ്പനി അവന് തുടങ്ങുവാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകുകയും ചെയ്തു. അതിനുശേഷം ഞാൻ 3 രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് അവരുടെ വീട്ടിൽ പോയി ഇവിടുത്തെ വിശുദ്ധ തൈലം ഞാൻ വെച്ച് ചൊല്ലി സമർപ്പിക്കുന്ന ഇതിൽ അവർ 3 പേര് രോഗികൾ രോഗസൗഖ്യം നേടുകയും ചെയ്തു. അതിനു മുമ്പ് എൻ്റെ ചേച്ചിയുടെ മകൻ പിന്നെ ആ ബാംഗ്ലൂരിലായിട്ട് ഇവരുടെ കെഫെ ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് അവർ സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലോട്ട് പോയി. പക്ഷേ അവർക്ക് അവിടെ എങ്ങും സ്ഥലം കിട്ടിയില്ല. അവരവിടെ പോയി കഴിഞ്ഞിട്ട് അവർക്ക് ചോദിക്കുന്നത് 2 ലക്ഷമൊക്കെയാണ് വാടക ചോദിക്കുന്നത്. പക്ഷെ അവർക്ക് അവിടെ നല്ല ഒരു സ്ഥലം കിട്ടിയെങ്കിൽ അവർക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കെഫെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ കാശ് രൂപം ഞാൻ അവർക്ക് നൽകുകയും വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് നൽകി. അതുകൊണ്ടുപോയി നിങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളവിടെ സ്ഥലം നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവരവിടെ പോയി സ്ഥലം നോക്കി. നല്ല വെഞ്ചരിച്ച കാശുരൂപമാണ് കൊടുത്തു വിട്ടത്. അതവിടെ കൊണ്ടുപോയി അവർ സ്ഥലം നോക്കി. അവർക്ക് 2 ലക്ഷമെന്ന് ആദ്യമേ പറഞ്ഞതാണ്. പക്ഷേ വെറും 80,000 രൂപയ്ക്ക് അവിടെ വാടകയ്ക്ക് നല്ല സ്ഥലത്ത് തന്നെ അവർക്ക് കെഫെ തുടങ്ങുവാനുള്ള പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. അവരവിടെ കെഫെ തുടങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ മകൾക്ക് ഞാൻ അവളുടെ PUC പരീക്ഷ സയൻസ് പരീക്ഷയാണ്, അവളുടെ സയൻസാണ് സബ്ജക്റ്റ് എടുത്തേക്കുന്നത്, PCMB. അതിലൊരു നല്ല റാങ്കോട് ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിശുദ്ധ അമ്മയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആ പരീക്ഷയിൽ അവൾ 96% റാങ്കോടെ ജയിക്കുവാൻ പരിശുദ്ധ അമ്മ അവൾക്ക് അനുഗ്രഹം നൽകി. അതിനൊപ്പം നീട്ടും CET പരീക്ഷയും അവൾ എഴുതി. ആ CET പരീക്ഷയിൽ ഫുൾ ടോട്ടൽ റാങ്ക് എല്ലാ സബ്ജക്റ്റിനും ചേർന്ന് 16,000 റാങ്കും. PCMBക്ക് മാത്രം, കാരണം എൻജിനീയർ അങ്ങനത്തെ ഒരു കോഴ്സിന് പോകണമെന്നുള്ള ആ റാങ്ക് 23,300 റാങ്കും നൽകി പരിശുദ്ധ അമ്മ അവളെ അനുഗ്രഹിച്ചു. അവൾ ആ പരീക്ഷ എഴുതാൻ പോകുന്ന ദിവസം ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ ഭർത്താവും പെട്ടെന്ന് മരിച്ചുപോയി. ആ ശവം വെച്ചുകൊണ്ടാണ് എൻ്റെ മകൾ പരീക്ഷ എഴുതാൻ പോയത്. കാരണം 1 വർഷം അവളുടെ ആ പരീക്ഷ വെറുതെ അവൾക്ക് അത് എഴുതിയില്ലെങ്കിൽ അവൾക്ക് പഠിക്കാനാവത്തില്ലല്ലോ. ആ കൊച്ചു വിഷമത്തോടെ കണ്ണുനീരോടെയാണ് പോയി പ്രാർത്ഥിച്ചത്. അപ്പോഴും ഞാൻ പറഞ്ഞു, നീ പോയി പരീക്ഷ എഴുതും മോനെ, പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെ വരും, നിന്നെ അമ്മ കാത്തുകൊള്ളും, നിനക്ക് ജയിക്കുവാനുള്ള റാങ്ക് അമ്മ തരുമെന്ന് ഞാൻ അവളെ പറഞ്ഞയച്ചു. പരിശുദ്ധ അമ്മ അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത വേല ഞാൻ വൃദ്ധാശ്രമത്തിൽ പോയി അവിടുത്തെ രോഗികൾക്ക് BP ചെക്ക് ചെയ്യുകയും ഷുഗർ ചെക്ക് ചെയ്യുകയും അങ്ങനെ ചില ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയും രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് ഒരു 17 രോഗികൾക്ക് ഞാൻ
എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ അവർക്ക് നൽകി അവിടെ ഞാൻ എൻ്റെ പ്രേക്ഷിത വേല ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടുന്ന് കിട്ടിയ വെഞ്ചരിച്ച പത്രം ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ടായിരുന്നു. ആദ്യമേ വന്നപ്പോൾ എനിക്ക് കന്നഡ പത്രമാണ് കിട്ടിയത്. പക്ഷേ രണ്ടാമത് വന്നപ്പം എനിക്ക് മലയാള പത്രമാണ് കിട്ടിയത്. പക്ഷേ അവിടെ മലയാളം ആർക്കും വായിക്കാൻ അറിയില്ല, എല്ലാവർക്കും കന്നഡ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാനത് കൊടുക്കാൻ പറ്റിയില്ല. പരിശുദ്ധ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ, ഞാൻ ഈ മലയാള പത്രം ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നേ? ആർക്കും മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയുണ്ട്, അത് ഞാൻ കന്നഡയിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനത് ജെറോക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ പത്രത്തിൻ്റെ ഉള്ളിൽ ആ ജെറോക്സ് ചെയ്ത പേപ്പർ അത് വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും അത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മലയാളമാണ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഞാൻ ഇതിൽ എഴുതി തന്നേക്കണത്. ഇത് ബ്ലെസ് ചെയ്യാത്തതാണ്, പക്ഷേ ഈ പത്രം ബ്ലെസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് തരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ ആ വെറും ജെറോക്സ് പേപ്പർ മാത്രമേ വാങ്ങുകയുള്ളായിരുന്നുള്ളൂ. പത്രം അവർക്ക് മലയാളമായോണ്ട് വായിക്കാനാവില്ല എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ അവർക്ക് ആ രീതിയിൽ ഞാൻ പ്രേക്ഷിത വേല ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും 1000 നന്ദി ചേർപ്പിക്കുന്നു.